ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ആദ്യം 100 രൂപയ്ക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. 100 രൂപയ്ക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് 95 രൂപയാകുമ്പോൾ അത് ആവറേജ് ചെയ്യും. 90 ആകുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ആവറേജ് ചെയ്യും. ഇങ്ങനെ ആവറേജ് ചെയ്ത് ഒന്ന് 100 രൂപയാകുമ്പോൾ പ്രോഫിറ്റ് ആകുമ്പോൾ അവരായിരിക്കും നല്ല പ്രോഫിറ്റ് ആയെന്ന് വിശ്വസിച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇത് ആക്ച്വലി നല്ല പണി തരും. ഓപ്ഷൻ സെല്ലർ ഓപ്ഷൻ ബൈയും തമ്മിൽ വ്യത്യാസം എന്താണ്? ഓപ്ഷൻ സെല്ലിങ്ങിൽ 9 ദിവസം പ്രോഫിറ്റ് കിട്ടും, ഒരു ദിവസം വലിയ ലോസ് വരും. ഓപ്ഷൻ ബയറിന് 9 ദിവസം ലോസ് ഉണ്ടാവും, ഒരു ദിവസം വലിയ പ്രോഫിറ്റ് വരും. ഭയങ്കര വലിയ പ്രോഫിറ്റ് ആയിരിക്കും. ഈ പ്രോഫിറ്റ് അന്ന് എടുത്തില്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബയർ എങ്ങനെ ഓപ്ഷൻ ബയർ ആവുന്നത്? ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ട്രേഡർ അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള ട്രേഡർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ടൈമിംഗ് ആദ്യമായിട്ട് മാർക്കറ്റ് പ്രൈസ് ആക്ഷനെ കുറിച്ച് പഠിക്കുകയും അത് ഉപയോഗിച്ച് കോടികൾ സമ്പാദിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ജെസ്ലി വിൽമോർ. ഇന്ന് നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്ന് വിട്ടുപിടിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് ഒരു സീക്രട്ട് ട്രേഡിംഗ് സക്സസ് മന്ത്രനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി സുനിലിൻ്റെ വീഡിയോ ആളുകൾ കാണുന്നത് തന്നെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് അറിയാനാണ്. പിന്നെ നീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് മാറ്റി പിടിച്ചെങ്കിൽ അവർക്ക് ഇഷ്ടമാവും. മാർക്കറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എവറി സൺഡേ വൈകുന്നേരം 8 മണിക്ക് യൂട്യൂബ് ലൈവ് ഉണ്ട്. ആക്ച്വലി സുനിലിന് യൂട്യൂബ് ലൈവിൽ പറയാനുള്ളതുകൊണ്ടാണ് സുനിൽ പോഡ്കാസ്റ്റിൽ പറയാത്തല്ലേ. കുറച്ചൊക്കെ നമുക്ക് സൺഡേ ലൈവിൽ കൃത്യമായിട്ട് പറയാം. സൺഡേ ലൈവിൽ ആൾ കയറണം. സൺഡേ ലൈവ് കുറച്ചുകൂടി ആളുകൾ വരാണെങ്കിൽ എനിക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് കുറച്ചുകൂടി ഇഷ്ടം പറയാനായിട്ട്. ഈ വീക്കിന് എങ്കിൽ നമുക്ക് ഒരു മാർക്കറ്റ് അപ്ഡേറ്റ്സ് വീഡിയോ കൂടി ചെയ്യാം. അത് വേണ്ട, ഇത് മാത്രം മതി. ഇന്ന് ഞാൻ ഒരു കാര്യം പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ട്രേഡിങ്ങിൽ സക്സസ് ആകാനായിട്ട് ഒരു സക്സസ് മന്ത്ര വേണം. ഓം ഹ്രീം കുട്ടിച്ചത്താണ്. ഉറപ്പായിട്ടും ഇങ്ങനെ സക്സസ് ആയ ഒരാളുടെ ലൈഫും അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് സ്റ്റൈലും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അദ്ദേഹം ജെസ്ലി വിൽമോർ ആണ്. ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ട്രേഡർ അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള ട്രേഡർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചില മെത്തേഡ്സ് ഇന്നും 100% നമ്മൾ അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നും പല ഇപ്പൊ ലൈക്ക് ക്യാൻസലിംഗ് മെത്തേഡ്, വൈക്കോഫ് തിയറി ഒക്കെ വരുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. ഒന്ന് വില്യമൊനയിലും വൈക്കോഫും ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. ഇദ്ദേഹത്തിൽ നിന്ന് കണ്ടും കേട്ടും ഒക്കെ പഠിച്ച ആളുകളാണ്. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ജെസ്ലി വിൽമോറിനെ കുറിച്ച് എല്ലാ വലിയ ട്രേഡേഴ്സ് എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ജെസ്ലി വിൽമോർ പറയാതെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ നമ്മുടെ ട്രേഡിങ്ങിലും ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മളെല്ലാവരും പ്രോഫിറ്റബിൾ ആകും എന്നുള്ളതാണ്. നമ്മൾ ജെസ്ലി വിൽമോർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ടൈമിംഗ് എന്നുള്ളത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ട്രേഡിങ്ങിലും സമയത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സമയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ അന്ന് ഉപയോഗിക്കുന്നത് ഡെയിലി ക്യാൻഡിൽസും വളരെ സ്ലോ ക്യാൻഡിൽസും ഒക്കെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ മിനിറ്റ് ക്യാൻഡിൽസും സെക്കൻഡ് ക്യാൻഡിൽസും വരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ പ്രൈസ് ആക്ഷനും ഇന്നത്തെ പ്രൈസ് ആക്ഷനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രിൻസിപ്പിൾസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ടൈമിംഗ് ആദ്യമായിട്ട് മാർക്കറ്റ് പ്രൈസ് ആക്ഷനെ കുറിച്ച് പഠിക്കുകയും അത് ഉപയോഗിച്ച് കോടികൾ സമ്പാദിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ജെസ്ലി വിൽമോർ. അദ്ദേഹത്തിന് എന്ത് മെത്തേഡാണ് സുനിൽ വളരെ സിമ്പിളായിട്ട് ഇപ്പം അത്രയും വലിയൊരാളുടെ ഫുൾ കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുമോ? ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഉപയോഗിച്ച ട്രേഡിംഗ് മെത്തേഡ് നമുക്ക് എന്തൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് സംസാരിച്ചാലാണല്ലോ നമ്മുടെ വ്യൂവേഴ്സിന് അതുകൊണ്ട് ഉള്ള ഒരു ഗുണമുള്ളത്. അപ്പോൾ ആരും സംസാരിക്കാത്ത കാര്യമൊന്നും അല്ല ഇത് നമ്മുടെ എയറിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഇതിന് പിന്നിൽ ജെസ്ലി വിൽമോറാണ്. അതെങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്നാണ് നമുക്ക് പറയേണ്ടത്. ഒന്ന്, പ്രൈസ് ട്രെൻഡ് കണ്ടുപിടിക്കുക. ഏതൊരു ട്രേഡ് കയറുന്നതിന് മുൻപ് പ്രൈസിൻ്റെ ട്രെൻഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജെസ്ലി വിൽമോർ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ബൈ ചെയ്യുക. ഇതും ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജെസ്ലി വിൽമോറാണ്. ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ് ഒരു റെസിസ്റ്റൻസ് കടന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ വരുമ്പോൾ ഷോർട്ട് സെല്ലിങ് ചെയ്യുക. ഇത് സിമ്പിൾ മെത്തേഡാണെങ്കിലും ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു മെത്തേഡ്സ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ഭയങ്കര സിമ്പിളായിരുന്നു. നമുക്കും ഈസിയായിട്ട് അഡോപ്റ്റ് ചെയ്യാം, നമുക്കും പ്രോഫിറ്റബിൾ ട്രേഡേഴ്സായിട്ട് മാറാൻ സാധിക്കുന്ന ഈസി മെത്തേഡ്സ്. ഫസ്റ്റ് കാര്യം, ട്രെൻഡ് എവിടേക്കാണ് എന്ന് കണ്ടുപിടിക്കുക. അത് അപ്പ് ട്രെൻഡാണോ ഡൗൺ ട്രെൻഡാണോ സൈഡ് വേസ് ട്രെൻഡാണോ എന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്, ആ ട്രെൻഡിന് സ്ട്രെങ്ത് ഉണ്ടോ, മാർക്കറ്റിന് സ്ട്രെങ്ത് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. ഇന്നും നമ്മൾ പല ആളുകളും ഇങ്ങനെയല്ല ട്രേഡ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് കുറേ ആൾക്കാർ കോള് ബൈ ചെയ്യും, കുറച്ച് ആൾക്കാർ പുട്ട് ബൈ ചെയ്യും, ചില ആൾക്കാർ ബുള്ളിഷോം ബീറിഷോം. എന്നാൽ ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ സ്ട്രെങ്ത് ഉണ്ടോ, മാർക്കറ്റിൻ്റെ മേജർ ട്രെൻഡിലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സ് പല ആളുകളും മറന്നു പോകും എന്നുള്ളതാണ്. ജെസ്ലി വിൽമോർ ഒരിക്കലും
തോന്നൽ ട്രേഡുകൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മളാണെങ്കിലും അറിയാതെങ്കിലും ഒരു ക്യാൻഡിലൊക്കെ കാണുമ്പോൾ ഒരു ബൈ അങ്ങോട്ട് ചെയ്യാം, ഒരു സെല്ലിങ് ഇങ്ങോട്ട് ചെയ്യാം എന്നൊക്കെ നമുക്കും ഞാൻ പണ്ടൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി അത് ഫോമോ അടിച്ച് അറിയാതെങ്കിലും തോന്നിപ്പോവാണ്. പേഴ്സണലി ഞാനും അറിയാതെയൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്, ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ആ മിസ്റ്റേക്സ് വരുമ്പോൾ തന്നെ ഫോമോ അടിക്കും, നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് അടിക്കും, കീപ്പ് ചെയ്യാറില്ല. പക്ഷേ ജെസ്ലി വിൽമോർ അങ്ങനത്തെ ട്രേഡ്സ് കെയർ ചെയ്യരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മേജർ. മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ട്രെൻഡിന് സ്ട്രെങ്ത് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ട്രേഡ് ചെയ്യുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സിമ്പിൾ മെത്തേഡ്. ഇത് മാത്രം ഇപ്പോഴും എല്ലാവരും ഉപയോഗിച്ചത്. അല്ല നമ്മൾ എടുക്കുക പൊങ്ങാത്ത വലിയ പ്രൈസ് ആക്ഷൻ ടെക്നിക്സോ അല്ലെങ്കിൽ SMC കൺസെപ്റ്റുകളോ ഇതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഇദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ സാധാരണക്കാർ വരുത്താത്ത ഏറ്റവും വലിയ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. സിൽബിഡയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു 10,000 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പൊതുവേ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ 10,000 രൂപ ഡിപ്ലോയ് ചെയ്യും. അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ 1 ലക്ഷം രൂപ ഡിപ്ലോയ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് പൊതുവേ എല്ലാ ആളുകളും ചെയ്യുന്നത്. ഇങ്ങനെയല്ല ഈ സാധനം എന്നാണ് ജെസ്ലി വിൽമോർ പറയുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ ഏറ്റവും വലിയ മന്ത്രം. ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എൻട്രി വെറും 5,000-നോ 10,000-നോ മാത്രമായിരിക്കണം. എന്നിട്ട് ഈ ബ്രേക്ക് ഔട്ട് കൺഫേം ആവില്ലേ, അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടുതൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോഴേക്കും പ്രീമിയം അടിച്ച് കയറി പോലെ പൊക്കോട്ടെ, അവിടെ റീടെസ്റ്റുകളും ഒരു വലിയ ട്രെൻഡാണ് വരുന്നത്. ജെസ്ലി വിൽമോർ കൂടുതലായിട്ട് പറഞ്ഞത് ഷോർട്ട് ടൈം എൻട്രീസ് ആയിരിക്കും. അങ്ങനെയില്ല, മാർക്കറ്റിലെ എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ലോങ് ടൈം പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് അല്ലെങ്കിൽ ലോങ് ടൈമിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു ബ്രേക്ക് ഔട്ട് വരെ നമ്മൾ ആദ്യത്തെ 5,000 രൂപ ഡിപ്ലോ ചെയ്യണം, ബാക്കി 95,000 രൂപ ഡിപ്ലോ ചെയ്യാനുണ്ടല്ലോ, പിന്നീട് ബ്രേക്ക് ഔട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതൊക്കെ പറയാന്നല്ലാതെ പ്രാക്ടിക്കലി നമുക്ക് എത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യാം. പേഴ്സണലി ഞാൻ ചെയ്യുന്ന ആളാണ്. ഇല്ല ഇപ്പം എനിക്കറിയാവുന്ന വൺ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് പലരും ഇതേ സിസ്റ്റം ഫോളോ ചെയ്യുന്നവരാണ്. ഐ നോ, ബട്ട് ഇപ്പോൾ 1 lakhൽ 5,000 മാത്രം ഡിപ്ലോ ചെയ്യാതെ ഒരു 10% ആദ്യം എൻട്രി ചെയ്യുക, എന്നിട്ട് മാർക്കറ്റിൻ്റെ റിയാക്ഷൻസും ആ ട്രെൻഡ് ബ്രേക്ക് ഔട്ട് കൺഫേം ആവുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. എന്നിട്ട് അടുത്ത ഹൈ സ്ട്രക്ചറിലാണല്ലോ മാർക്കറ്റ് മുകളിൽ പോകത്തുള്ളൂ. അപ്പോൾ അടുത്ത ഒരു 20%, 30% എൻട്രി ചെയ്യാം. ദെൻ അഗെയിൻ അങ്ങനെ തന്നെ അടുത്ത 30%. ഇപ്പം എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. ഇപ്പം എല്ലാവരും ചെയ്യുന്നത് ആദ്യം 100 രൂപയ്ക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. 100 രൂപയ്ക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് 95 രൂപയാകുമ്പോൾ അത് ആവറേജ് ചെയ്യും. 90 ആകുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ആവറേജ് ചെയ്യും. ഇങ്ങനെ ആവറേജ് ചെയ്ത് ഒന്ന് 100 രൂപയാകുമ്പോൾ പ്രോഫിറ്റ് ആകുമ്പോൾ അവർ ആയിരിക്കും നല്ല പ്രോഫിറ്റ് ആയെന്ന് വിശ്വസിച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇത് ആക്ച്വലി നല്ല പണി തരും. എന്താണെന്നറിയോ, 100-95 ആകുമ്പോൾ നിങ്ങളുടെ നഷ്ടത്തിലോട്ട് പോകുന്ന ഒരു എൻട്രിയാണ് സ്കെയിൽ ചെയ്യുന്നത്. അതൊരു പക്ഷെ കൂടുതൽ നഷ്ടത്തിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. വളരെ റൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ കുറേ നാളത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്നൊക്കെ പറയുന്നത്, ഞാൻ എൻ്റെ എൻട്രി ഫസ്റ്റ് തന്നെ ഞാൻ ഫുൾ ഡിപ്ലോ ചെയ്യല്ല. ഇപ്പോൾ നമ്മളൊരു ബ്രേക്ക് ഔട്ട് കണ്ടു, നമ്മൾ 5,000 rupees ഡിപ്ലോ ചെയ്തു, അത് ഫേക്ക് ബ്രേക്ക് ഔട്ടായിരുന്നു, അത് നമുക്ക് എഗെയിൻസ്റ്റ് അടിക്കുകയാണ്. അപ്പം നമ്മുടെ വിചാരം തന്നെ ഈ ബ്രേക്ക് ഔട്ട് ഓക്കെയാണ്, പക്കയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ 5,000 rupees ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ച് റിസ്ക് എടുക്കാം എന്ന് വിചാരിച്ച് SL എത്തുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ചിലപ്പോൾ മേ ബി അവിടുന്ന് റിവേഴ്സിൽ കാണുമ്പോൾ പറഞ്ഞ സെയിം മിസ്റ്റേക്ക്, അതായത് 100 രൂപയ്ക്ക് മേടിച്ച് 95 രൂപയ്ക്ക് അത് നമ്മളിടയ്ക്ക് ചെയ്യാം. പക്ഷേ ഈ ഫസ്റ്റ് എൻട്രി SL അടിച്ചിട്ട് പിന്നീട് ഇപ്പോൾ 5,000 rupees നമ്മൾ എൻട്രി എടുത്തു, നമ്മുടെ SL എത്തി, നമ്മളത് ഇറങ്ങി, പിന്നീട് അത് വീണ്ടും റിവേഴ്സ് ചെയ്ത് പോവാന്ന് വിചാരിക്കാം, വീണ്ടും എടുക്കണം. അല്ല, അത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എടുക്കണം. നമുക്കൊരു എൻട്രി ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ആ എൻട്രി ക്രൈറ്റീരിയ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ എഗെയിൻ സ്റ്റോപ്പ് ലോസ് അടിച്ച് തിരിച്ച് വന്ന് വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പൊസിഷൻ ബിൽഡ് ചെയ്യാം. എത്ര നമ്മുടെ ആ പഴയ 10%. അപ്പോൾ ആദ്യം ഒരു 10% സ്റ്റോപ്പ് ലോസ് അടിച്ചു, തിരിച്ച് വന്ന് വീണ്ടും അതേ എൻട്രി വരുന്നു, ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു, നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത 10% ഡിപ്ലോയ് ചെയ്യുന്നു, വീണ്ടും ഹൈ അടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ സ്കെയിൽ ചെയ്യും. അപ്പോൾ ആദ്യം അടിച്ച സ്റ്റോപ്പ് ലോസിൻ്റെ ഇരട്ടി പ്രോഫിറ്റ് ആയിരിക്കും തരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഓപ്ഷൻ ബയ്യർ ആണെന്ന് കരുതുക. ഓപ്ഷൻ ബയ്യേഴ്സിനാണ് ഇത് ഏറ്റവും അടിപൊളി കേട്ടോ, അതാണ് ഏറ്റവും വലിയ രസം. 1% മൂവ്മെൻറ്റ് തരുന്നൊരു ദിവസമാണെങ്കിൽ, നമ്മൾക്കൊരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് തരുന്നൊരു ദിവസമാണെങ്കിൽ നമ്മൾ എൻഡ് ചെയ്യുന്നത് എക്സ്ട്രീം പ്രോഫിറ്റിലായിരിക്കും.
But that days are very rare. ഉള്ളി 10% ഉള്ളൂ, 10% പോലും ഉണ്ടാവില്ല. പക്ഷേ അത്രയും മതി നമുക്ക് ഒരു കൊല്ലത്തെ പ്രോഫിറ്റ് മൊത്തം. പക്ഷേ നമ്മുടെ വിചാരം എന്താ പറയുക, എല്ലാ മാർക്കറ്റും ട്രെൻഡി മാർക്കറ്റ്, എല്ലാ ദിവസവും എല്ലാ ദിവസവും വോളിബോൾ മാർക്കറ്റ്. അത് ശരിയാണ് ഇതൊക്കെ. പക്ഷേ എനിക്കോട് സുനിലിങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുന്നതിനേക്കാളും അത് എക്സ്പീരിയൻസ് ചെയ്താലാണ് ഒരു ട്രേഡർക്ക് അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു. എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ്, ഇപ്പോൾ ജസ്ലിൽ മോർ ഇതേ കാര്യം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി 95 എത്തുമ്പോൾ അത് ആവറേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ബാഡ് മൈൻഡ് സെറ്റാണ്. അത് സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിലും ഓപ്ഷൻസിൻ്റെ കേസിലാണെങ്കിലും ഇനി എന്ത് ട്രേഡിംഗ് മെത്തേഡിനാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യം. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയണ്ടേ എന്ന് പറയുന്ന ബിസിനസ്സും ബി എന്ന് പറയുന്ന ബിസിനസ് വെച്ച് പറയുമ്പോൾ ബി ബിസിനസ് മോശമാണെങ്കിൽ പോകുന്ന ആ ബിസിനസ് ക്ലോസ് ചെയ്തിട്ട് ഇത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർ ഉൾപ്പെടെ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളൊരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നു, 300 രൂപയ്ക്ക് എൻട്രി ചെയ്യുന്നു, 300 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നു, അത് 310 ആവുന്നു, 330 ആവുന്നു. ഇറ്റ്സ് മീൻസ് നിങ്ങളുടെ എയിം, നിങ്ങളുടെ വ്യൂ ശരിയായി എന്നുള്ളതാണ്. സോ ഇതൊരു ഷോർട്ട് ടൈം ആണെങ്കിൽ നിങ്ങൾ 300 600 ആവാൻ വേണ്ടി എടുക്കുകയാണെന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ 330 ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്ത ലെവൽ ഓഫ് എൻട്രി, അടുത്ത ഹൈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഇടാം, തേർഡ് ഡിപ്ലോയ്മെൻറ്റ് ഇടാം. എന്നിട്ട് പ്രോഫിറ്റിലോട്ട് പോകുന്ന എൻട്രീസിനെ ബുക്ക് ചെയ്യാൻ വേണ്ടി ധൃതി കാണിക്കരുത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് മന്ത്രം. അതാണ് ഒന്ന്, കൃത്യമായിട്ട് ബ്രേക്കൗട്ട് ആദ്യം കുറച്ച് പൊസിഷൻ ബിൽഡ് ചെയ്യുന്നു, മാർക്കറ്റ് അനുകൂലമാണെങ്കിൽ കൂടുതലായിട്ട് ഡിപ്ലോയ് ചെയ്യുന്നു, മാർക്കറ്റ് പ്രതികൂലമാകുമ്പോൾ ഒന്നിച്ച് പെട്ടെന്ന് എക്സിറ്റ് അടിക്കുന്നു. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഏറ്റവും കൂടുതൽ, ഇത് പൊസിഷൻ സൈസിങ് മെത്തേഡ് ആണെങ്കിൽ അടുത്ത അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ വിന്നിങ് സ്ട്രൈക്കുകൾ, നിങ്ങളുടെ വിന്നിങ് ട്രേഡുകൾ എക്സിറ്റ് അടിക്കാനേ പാടില്ല എന്നുള്ളതാണ്. അത് കീപ്പ് ചെയ്യാൻ പഠിക്കണം, അത് റൈഡ് ചെയ്യാൻ പഠിക്കണം. അത് റൈഡ് ചെയ്യാത്ത ഒരാളും ഒരു ട്രേഡിംഗ് മെത്തേഡിലും സക്സസ്ഫുൾ ആകില്ല. ഓപ്ഷൻസിലൊക്കെ റൈഡ് ചെയ്ത് മുകളിലെത്തുമ്പോൾ പൊട്ടുന്നുണ്ട്. ഓപ്ഷൻസ് മുകളിലെത്തി പൊട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ദിവസം പ്രോഫിറ്റ് പോയിട്ട് ലോസിൽ ഇറങ്ങേണ്ടി വന്നേക്കാം. പക്ഷെ പ്രോഫിറ്റിലാകുന്ന ദിവസം ഉണ്ടല്ലോ മാക്സിമം നമുക്കത് എക്സ്ട്രീം. ഇങ്ങനെ പോയ 9 ദിവസത്തേക്കാൾ അധികം പ്രോഫിറ്റ്. ഇപ്പോൾ ഒരു ഓപ്ഷൻ സെല്ലർ ഓപ്ഷൻ ബൈയും തമ്മിൽ വ്യത്യാസം എന്താണ്? ഓപ്ഷൻ സെല്ലിങ്ങിൽ 9 ദിവസം പ്രോഫിറ്റ് കിട്ടും, ഒരു ദിവസം വലിയ ലോസ് വരും. ഓപ്ഷൻ ബയറിന് 9 ദിവസം ലോസ് ഉണ്ടാവും, ഒരു ദിവസം വലിയ പ്രോഫിറ്റ് വരും. ഇത് ഭയങ്കര വലിയ പ്രോഫിറ്റ് ആയിരിക്കും. ഈ പ്രോഫിറ്റ് അന്ന് എടുത്തില്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബയർ എങ്ങനെ ഓപ്ഷൻ ബയർ ആവുന്നത്? ഒരു സ്വിംഗ് ട്രേഡറിന് ചിലപ്പോൾ സ്ഥിരമായിട്ട് 10%, 5% ഒക്കെ കിട്ടും, ചില സ്റ്റോക്കിൽ ലോസ് കിട്ടും. എന്നാൽ അവൻ്റെ 1, 2, 3 പിക്ക് 500, 1000% റിട്ടേൺ തരുമ്പോൾ അതവൻ എടുക്കുന്നില്ലെങ്കിലോ? ഇവിടെയാണ് ഒരു നോർമൽ ട്രേഡറും ഒരു സക്സസ്ഫുൾ ട്രേഡറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് കിടക്കുന്നത്. ഇത് ജെസ്ലി വിൽമോറിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കണം. ഇത് കണ്ടുപഠിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ട്രേഡിംഗ് നിർത്തി വല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് വെറുതെ ഇരിക്കുന്നതാണ് നല്ലത്. വിൽമോർ പറയുന്നത് ജസ്റ്റ് ട്രേഡ് വിത്ത് ട്രെൻഡ് എന്നുള്ളത്. ട്രേഡ് വിത്ത് ട്രെൻഡ്, സ്റ്റാർട്ട് വിത്ത് സ്മോൾ പൊസിഷൻസ് ആൻഡ് കീപ് യുവർ വിന്നിങ് ട്രേഡ്സ് ആൻഡ് കട്ട് യുവർ ലോസസ് വെരി ഏർലി. ഇതാണ് ജെസ്ലി വിൽമോറിൻ്റെ സക്സസ് മന്ത്രം. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിലും ഇതിനൊരു ഹ്യൂജ് മൈൻഡ് സെറ്റ്. കറക്റ്റായിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, നമ്മളിത് എല്ലാവരും ഓപ്പോസിറ്റ് ചെയ്യണേ. എന്താണ് ട്രേഡ് അഗെയിൻസ്റ്റ് ട്രെൻഡ്, ആവറേജ് മാക്സിമം ക്യാപിറ്റൽ ഫസ്റ്റ് ഫേസ്. ഇതൊക്കെ എല്ലാവരും ഓപ്പോസിറ്റ് ആണ്. ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കി, ദൈവമേ ഞാനിത് എന്തൊരു മണ്ടത്തരം എല്ലാ ദിവസം കാണിക്കുന്നതെന്ന് ആലോചിച്ചാൽ വെരി ക്ലിയർ. അത്രേ ഉള്ളൂ. ആക്ച്വലി ഇതെല്ലാം പരസ്യമായ രഹസ്യമാണ്. പക്ഷേ പരസ്യമായ രഹസ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ആക്ച്വലി ഇങ്ങനെയല്ല. പക്ഷേ ആൾക്കാർ ചെയ്യുന്നത് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ എന്തോ മടിയുണ്ട് എന്ന് തോന്നുന്നു. ഇത് എഴുതി വെക്കുക, ഈ പറഞ്ഞ മെയിൻ കാര്യങ്ങൾ എഴുതി വയ്ക്കുക, ഇത്രേ ഉള്ളൂ. സക്സസ്ഫുൾ ആകാൻ വേറെ ഒരു മെത്തേഡും ഇല്ല എന്നുള്ളതാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വേറെ ലെവലോ. ഇത് സ്വിംഗിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഓപ്ഷൻസിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫോറക്സ് ആണെങ്കിൽ ഫോറക്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എല്ലാ മെത്തേഡ്സിലും. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രോഗ്രാംസ്, മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും നമ്മുടെ ഫോറക്സിൻ്റെ കോഴ്സ് ആണെങ്കിലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രോഗ്രാംസൊക്കെ ആണെങ്കിലും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഡിസിപ്ലിനും ഈ
ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈലും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫോറക്സിൽ നമ്മൾ സീറോ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഫണ്ടഡ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫുൾ ടൈം ട്രേഡർ ആകാം എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ്. ഇപ്പോൾ ജെസ്ലി വിൽമോറിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇത്ര എക്സ്പീരിയൻസിലാണല്ലോ നമ്മൾ കുറച്ചും കൂടി കാര്യം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിരുന്ന ആ രീതിയിലായിരിക്കും നമ്മൾ ടോക്ക് ചെയ്യാം. പക്ഷെ ബിഗിനേഴ്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് അല്ലേ? ബിഗിനേഴ്സിന് റിലേറ്റ് ചെയ്യാൻ മാത്സ് മനസ്സിലാവില്ല. ഈ മാത്സ് ഇങ്ങനെയാണ്, ഇതൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ, ഈ മാത്സ് ആണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല, മനസ്സിലാവില്ല. അവർ എന്താ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന 90% ആളുകളെ ശ്രദ്ധിച്ചോളൂ, ഇവർ 100 രൂപയ്ക്ക് വാങ്ങി 90 രൂപയ്ക്ക് ആവറേജ് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ടാണ് തുടക്കം ഞാനൊക്കെ അങ്ങനെ തന്നെ. എല്ലാവരും ഇപ്പോഴും പലരും ചെയ്യുന്ന അത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ 90% ആൾക്കാർ പരാജയപ്പെടുന്നതും 10% ആൾക്കാർ വിജയിക്കുന്നതും. നിങ്ങൾക്ക് ഈ 10% എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെത്തേഡാണ്. തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസുകൾ കൃത്യമായിരിക്കണം, ഏർലി എക്സിറ്റ്സ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു ബിസിനസ് ലാഭത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഒരു ബിസിനസ് നഷ്ടത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ കൂടുതൽ ഫണ്ട് ഇറക്കി ആ ബിസിനസ് നന്നാക്കാൻ നോക്കുമോ? അങ്ങനെ നോക്കുന്ന മണ്ടന്മാരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷെ ചിലരേ അതിനകത്ത് വിജയിക്കാറുള്ളൂ. പക്ഷേ ഒരു ബിസിനസ്, ഇപ്പോൾ നമ്മളൊരു നല്ലൊരു ഷോപ്പ് തുടങ്ങി, ആ ഷോപ്പ് ക്ലിക്കായി, ആ ബ്രാൻഡ് ബിൽഡായാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടുതൽ ബ്രാഞ്ചുകളിട്ട് ആ ബിസിനസ് വലുതാക്കും. ഇതാണ് നമ്മൾ മെയിൻലി ചെയ്യേണ്ടത്. എന്നാൽ നമ്മളൊരു ഹോട്ടൽ തുടങ്ങി, അവിടെ കച്ചവടം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി നഷ്ടം വന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കട അടച്ച് ആ സ്ഥലം മാറി പുതിയൊരു സ്ഥലത്ത് ട്രൈ ഔട്ട് ചെയ്യണം. വേണ്ടേ? ഇതൊക്കെയുള്ളൂ. ഇത് എല്ലാ ബിസിനസ്സിലാണെങ്കിലും ട്രേഡിങ്ങിലൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ട സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഇത് ഉപയോഗിക്കാനേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ട്രേഡറായിട്ട് വലിയ കരിയറുകൾ കെട്ടിപ്പടുക്കാം. ആക്ച്വലി ജസ്റ്റിൻ വിൽമോറിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലതാണ്. ഇത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വി ക്യാൻ വിൻ. പിന്നെ ചോദിക്കുന്ന ആളുകളുണ്ട്, ഇപ്പോൾ ആൽഗോ ഒക്കെ വന്നില്ലേ, ഇതൊക്കെ ഇനി വർക്ക് ചെയ്യുമോ, പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുമോ? ഞാൻ പറയുന്നത് ഇനി എന്ത് വന്നാലും ഇത് വർക്ക് ചെയ്യും. കാരണം ഇപ്പോൾ ആൽഗോ ഒക്കെ വന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറയട്ടെ, വലിയ സെൽ ഓഫ് വന്ന ദിവസം എക്സ്ട്രീം സെൽ ഓഫ് ആയിരിക്കും. 1% എന്നുള്ളത് 4% to 3%-ൻ്റെയൊക്കെ സിംഗിൾ ഡേ മൂവ്മെൻറ്റൊക്കെ മാർക്കറ്റിൽ വരുന്ന ദിവസങ്ങൾ. അതായത് ഹെവി പാനിക് വരുമ്പോൾ എല്ലാ ആൽഗോസും കയറി ട്രിഗറായിട്ട് വലിയ മൂവ്മെൻറ്റ്സുകൾ ഉണ്ടാകും. ഇത് തന്നെ ബുള്ളിഷ് സൈഡിലും ഉണ്ടാകും. അപ്പോൾ ഈ മെത്തേഡ് ഇങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒറ്റ ദിവസം പ്രോഫിറ്റ് മതി നിങ്ങൾക്ക് 1 കൊല്ലം സർവൈവ് ചെയ്യാനായിട്ട്. ഓക്കെ, എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് വലിയ കഥയൊന്നുമില്ല. ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സക്സസ്ഫുൾ ട്രേഡർ ആകുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നും ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിലാണെങ്കിൽ നമ്മുടെ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾക്കിതെങ്ങനെ പ്രോപ്പറായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ നിങ്ങൾ ഈ മിസ്റ്റേക്ക് ചെയ്യുന്ന ആളാണോ നമ്മൾ ഈ സംസാരിച്ചത്? അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ എന്താ പറയുക കമന്റ് ചെയ്യുക. ട്രേഡർ ആണോ, ഓപ്ഷൻ ട്രേഡർ ആണോ, ഓപ്ഷൻ ബയ്യർ ആണോ? ഇങ്ങനെ ഓപ്ഷൻ ബയ്യേഴ്സ് ഇൻട്രാഡേ ട്രേഡേഴ്സിനാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അവർ അപ്രകാരം ട്രേഡ് ചെയ്ത് കൂട്ടുന്നുണ്ടല്ലോ. സ്വിംഗ് ട്രേഡേഴ്സിന് അത്ര ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവരുടെ പോർട്ട്ഫോളിയോ ഇങ്ങനെ തന്നെയായിരിക്കും. അവർ ആവറേജ് ചെയ്ത് വെച്ചെന്ന് മൊത്തം ലോസിൽ പോകുന്ന സ്റ്റോക്കുകളായിരിക്കും. പ്രോഫിറ്റ് പോകുന്നൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ? 10%, 20% ലാഭമാകുമ്പോൾ ബുക്ക് ചെയ്ത് ഒഴിവാക്കും. പക്ഷെ എന്തൊക്കെ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ വായ കൊണ്ട് പറഞ്ഞാൽ പുസ്തകമൊക്കെ വായിച്ചാലും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്ത് ഇത് എന്താ പറയുക ഇത് പഠിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായും നിങ്ങൾ പറയട്ടെ. ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, സുനിൽ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമില്ല, ട്രയൽ ആൻഡ് റൺ. നമ്മളിത് ചെയ്ത് നോക്കിയാലാണ് ഇത് സക്സസ് ആവില്ല. ആദ്യ ദിവസം പോയിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ആവുന്നില്ല. എനിക്ക് തന്നെ ഈ ഒരു സ്റ്റൈലിലോട്ട് വരാൻ എനിക്ക് more than 2 years എടുത്തു. അല്ല, സുനിൽ പറയുമ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നു, പക്ഷെ ഞാനിപ്പോൾ എത്ര മാത്രം ഇമ്പ്രൂവ് ചെയ്തു ആ ഒരു കാര്യത്തിൽ, അതൊക്കെ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. നല്ല ബുള്ളിഷ് ട്രേഡൊക്കെ വരുമ്പോൾ, ട്രെൻഡൊക്കെ വരുമ്പോൾ, ഇപ്പം ഞാൻ കോളൊക്കെ മാനുവലി മേടിക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ പിന്നെ ചാർട്ട് നോക്കാറില്ല. ഈ പ്രോഫിറ്റും ചാർട്ട് എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അടിക്കാനുള്ളൊരു ഇത് വരും. പക്ഷേ എല്ലാ ദിവസവും ട്രെൻഡി മാർക്കറ്റ് അല്ലല്ലോ സുനിൽ. അല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ടിട്ട് പോകണം, എഴുന്നേറ്റ് പോകണം, അവിടെ കുത്തിയിരിക്കരുത്.
ആ റാലി മൊത്തം പിടിക്കാൻ പറ്റണം തീർച്ചയായിട്ടും. അല്ല ചില പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സ്റ്റുഡൻസ് ആരിപ്പോൾ അവരുടെ കഥ എൻ്റെ അടുത്ത് പറയുന്നില്ല. എന്നിട്ട് അവർ പ്രീവിയസ്ലി ഒരു കോട്ട് ഇടാണ്. എൻ്റെ അടുത്ത് 2-3 പേര് നിങ്ങളിത് പോഡ്കാസ്റ്റ് ഒന്നും പോയി പറയരുത് എന്നുള്ളതല്ലേ. എൻ്റെ 1-2 പേര് അത് മെൻഷൻ ചെയ്തു. ഇത് നമ്മുടെ പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പേര് പറയുന്നില്ല, ഞങ്ങൾ സ്റ്റുഡൻ്റ് എന്ന് മാത്രമല്ല. അല്ല, അത് നമുക്ക് കോമൺ കിട്ടുന്ന കുറേ എക്സാമ്പിൾസ്. ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് നല്ല രീതിയിൽ അദ്ദേഹം എല്ലാ ദിവസവും ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് ചെയ്യുന്ന, അദ്ദേഹം വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് ഇടുന്നത്. അപ്പോൾ അദ്ദേഹം പ്രോഫിറ്റബിൾ ആയ സമയത്ത് അദ്ദേഹത്തിന് തോന്നി എനിക്ക് ഒരു മാസം ലീവ് എടുത്ത് വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്യാമെന്ന് തോന്നാണ്. അപ്പോൾ അദ്ദേഹം ലീവ് എടുത്ത് വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നല്ല ലോസ് വരാണ്. അപ്പോൾ എന്നെ വന്ന് കണ്ടു, സംസാരിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ എക്സ്ട്രീമിൽ അടിപൊളിയാണ്. എന്താണെന്നറിയോ, ജോലി സമയത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ലോസ് കട്ട് ചെയ്തിട്ട് ജോലിക്ക് പോകും, വർക്ക് ചെയ്യും. പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കും. ഇതാണ് അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ട്രേഡിംഗ് സ്റ്റൈൽ. എന്നാൽ ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സമയമുണ്ടല്ലോ, ലോസിൽ പോകുമ്പോൾ മാർക്കറ്റ് തിരിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ലോസ് വലിയ ലോസാവും. ഇതുകൊണ്ടാണ് അദ്ദേഹം ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് ട്രേഡ് ചെയ്തപ്പോൾ സക്സസ് ആവാൻ തരുന്നത്. ഞാൻ പറഞ്ഞു തിരിച്ച് ജോലിക്ക് കയറിക്കോ, പഴയ പോലെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് മാത്രം ട്രേഡ് ചെയ്താൽ മതി. അദ്ദേഹം വീണ്ടും അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ട്രേഡറായി. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജോലിക്ക് വെക്കോ, ഓഫീസിൽ ഇരുന്ന് ട്രേഡ് ചെയ്താൽ മതി, അതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്നുള്ളതാണ്. നല്ല പ്രോഫിറ്റബിളായിട്ട് അദ്ദേഹം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം അറിയാതെ പോലും ഈ ജസ്ലി വിൽമോർ ചെയ്ത ഈ മെത്തേഡുകളാണ് അത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ് എന്നുള്ളതാണ്. അല്ല, ചില ആൾക്കാർ ചില ആൾക്കാരുടെ ട്രേഡിംഗ് സ്റ്റൈൽ അറിയാതെ ജസ്ലി വിൽമോറുമായിട്ട് മാച്ച് ആവുന്നു. കുറേ ആൾക്കാർക്ക് ഇത് പഠിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്നു. കുറേ ആൾക്കാർ എത്ര പഠിച്ചാലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇൻട്രാഡേ ട്രേഡിങ്ങിലൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, കൂടുതൽ നഷ്ടങ്ങളോട്ട് പോകാതെ. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ പറയുക. എന്താണ് ഈ ഒരു എന്താ പറയുക ജസ്ലി വിൽമോറിൻ്റെ ഈ ഒരു ഐഡിയ കൊണ്ട് നിങ്ങൾക്ക് തോന്നിയത്, നിങ്ങളിത് മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൺഡേ ലൈവിൽ കാണാം. ഗുഡ് ബൈ. അപ്പോൾ നാളെ തീർന്നോട്ടോ.